മഞ്ഞള്, ഉപ്പ്, പുളി. ഈ പുളി ഇത് എന്താ ഇവിടെ പറയുന്ന പേര്? വെണ്ണറം പുളി എന്ന് പറയും. ഓക്കെ. അതുപോലെ തന്നെ വെളുത്തുള്ളി വേണം. പിന്നെ ഇതെന്താണ് ഈ കളറിലുള്ളത്? തേങ്ങ വറുത്തരച്ചത്. അപ്പൊ ഈ കളറ് എന്തെല്ലാം എന്നോട് ചേർത്തു? അല്ല, ഒരു കളറും ഒന്നും ചേർത്തു. ഈ പരുവത്തിന് നമ്മൾ തേങ്ങ വറുത്തരച്ചത് ഒരു പ്രധാന ഇതാണ്. പിന്നെ മുളക് പൊടി, ജീരകം, സവാള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, മല്ലിപ്പൊടി. അപ്പൊ ഇത്രയാണ് ഇതിന് ആവശ്യമായ സാധനങ്ങൾ. നമ്മൾ വെള്ളം കുറച്ച് ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. അത് ചൂടാവുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഉപ്പിടണം. ആദ്യമേ ഉപ്പിടണം. ഉപ്പും മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ വീതം ഇട്ടു. ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, ഒരു 2.5 ടീസ്പൂണോളം മുളക് പൊടിയും ഇട്ടു. നമ്മൾ ചേർത്ത സാധനങ്ങള് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പൊ നമ്മൾ ആദ്യം ഇട്ടത് ഉപ്പാണ്. ഉപ്പ് 1 ടീസ്പൂൺ ഇട്ടു, മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂൺ, മുളക് ഒരു 2 ടീസ്പൂൺ, അതുപോലെ തന്നെ മല്ലിയുടെ പൗഡർ കുറച്ച് 2 ടീസ്പൂൺ ഇട്ടു. ഈ ഉപ്പ് ആദ്യം ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? ഉപ്പ് ഏത് കറി വെച്ചാലും ഉപ്പ് വെള്ളത്തിൽ ചെയ്യുന്ന എല്ലാത്തിനും ഉപ്പ് മുമ്പ്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലേ ഈ പാത്രത്തിൽ നമ്മൾ സ്റ്റോക്ക് വയ്ക്കുന്ന ഏത് സാധനമായിരുന്നാലും ഒരു 6 പ്രാവശ്യം അടപ്പെടുത്ത് പുറത്തോട്ട് കളിക്കുമ്പോൾ അതിൻ്റെ ആവി ഇതിൻ്റെ പിറക്ക് തങ്ങിയിരിക്കും. അത് പുറത്തേക്ക് പോകണം. ഈ ആവി നമ്മളെ ഭക്ഷണത്തിനകത്തോട്ട് വീണ് കഴിഞ്ഞാൽ ഇത് പുളിക്കും. ജനാർദ്ദൻ ചേട്ടൻ പറഞ്ഞ ഒരു പ്രത്യേക കാര്യം എല്ലാവരും ഓർത്തു വെക്കുക. കാരണം നമ്മൾ വെള്ളം കൊണ്ട് എന്ത് കറി വെക്കാൻ വേണ്ടി പോയാലും ആദ്യം ചേർക്കുന്നത് വെള്ളമാണെങ്കിൽ അതിനോടൊപ്പം ഉപ്പ് ചേർക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഇത് ഒരു പാത്രം കൊണ്ട് അടച്ചു വെക്കുമല്ലോ. അപ്പോൾ ഈ ഒരു പാത്രം 6 തവണയെങ്കിലും എടുത്ത് മാറ്റിയാൽ അതിലുള്ള ആവി പോയി കിട്ടും. അപ്പൊ അത് മസ്റ്റായിട്ട് ചെയ്താൽ കറിയുടെ സ്വാദ് കൂടും എന്നാണ് ജനാർദ്ദൻ. സ്വാദ് കൂടുന്ന മാത്രമല്ല, നഷ്ടപ്പെടില്ല. 2-3 ദിവസം ഇരുന്നാലും. കാരണം അതിന്റെ ഒരു പഴമ വരത്തില്ല, പുതുമ തന്നെയാണ് അതിനെപ്പോഴും കാണുന്നത്. 2-3 ദിവസം വച്ചിരുന്നാലും അതിരിക്കും എന്നാണ് ചേട്ടൻ പറയുന്നത് മീൻകറിക്ക്. പക്ഷെ ഒരൊറ്റ ഡൗട്ട് ചേട്ടനോട് ചോദിക്കാനുള്ളത്, പങ്കട മീനും ചൂരമീനും ഏത് മീനായിരുന്നാലും ഇതാണല്ലോ സാധനങ്ങളല്ലോ ഉപയോഗിക്കുന്നത്. ഓക്കെ, മീനുകൾ ഏതായിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ചേരുവകളെല്ലാം ഇത് തന്നെയാണ്. അപ്പൊ നമ്മളിത് ഏകദേശം തിളച്ചെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്നത്, കൂടുതൽ മീനുണ്ട് നമുക്കൊരു 2-3 ദിവസത്തേക്കുണ്ട്. നമ്മളത് പേടിക്കാനൊന്നുമില്ല. നെയ്യ് കൂടിയ മീൻ വേളയൊക്കെ വരുമ്പോൾ നെയ്യ് കൂടുതൽ വരും. അതിനകത്ത് ഭയങ്കര എല്ലാവർക്കും തിന്ന വയറിളയൊക്കെ ചെയ്യും. മീൻ കൂടുതൽ തിന്ന ഞാൻ കറി വെച്ചാൽ അത് വയറിളവില്ല. അതിൻ്റെ പ്രത്യേകത, മീനെല്ലാം കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ, ചോരുന്ന ഒരു പാത്രത്തിൽ വാരി വയ്ക്കും. ഒരു കൊട്ടയിലോ വട്ടിയിലോ വാരി വെച്ചിട്ട് ഇത് വെള്ളം തോർന്ന് വരുമ്പം വെളിച്ചെണ്ണ അടുപ്പിൽ വെച്ച് പൊരിയും. മസാലയും കൂടി ചേർത്ത് പങ്ങാറ്റ് പൊരിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ നെയ്യെല്ലാം ഈ എണ്ണയിൽ നിൽക്കും. അത് ഞാൻ കോരി വെച്ചിരുന്നാൽ, അത് കറി വെച്ച് വെച്ചിരുന്നാൽ എത്ര ദിവസം നിൽക്കാം. ഞാനിവിടെ അമേരിക്കയിൽ ഒരു മീൻ ഇതുപോലെ പാചകം ചെയ്തിട്ടുണ്ട്. പിന്നെ അമേരിക്ക കൊണ്ടുപോകാം. അമേരിക്കയിൽ പേർഷ്യയിലൊക്കെ എൻ്റെ അച്ചാറുണ്ട്. അപ്പോൾ അടുത്ത ചേരുവ ചേർക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഇത് ചേരുവയല്ല, നമ്മുടെ പ്രധാനപ്പെട്ട വങ്കട മീനിനെയാണ് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് അല്ലേ? മീനിടാം. മീൻ വേവാൻ വേണ്ടി എത്ര സമയം എടുക്കും? ഒരു 10-20 മിനിറ്റ് ഇതേപോലെയുള്ള തീയാണെന്നുണ്ടെങ്കിൽ മീനിന് വേവാൻ വേണ്ടി കുറച്ച് സമയം മതി. കുറച്ച് മതി. അപ്പൊ നമ്മള് ചേർത്ത ഈ ബാക്കിയുള്ള ചേരുവകൾ എപ്പോഴാണ് ചേർക്കുന്നത്? ഇപ്പൊ ചേർക്കും. ഇതിന്റെ കൂടെ ചേർക്കല്ല, ഇനി നമ്മൾ എണ്ണയിൽ മൂപ്പിച്ച് ഇതിന്റെ പരിപാടി കഴിഞ്ഞ് ഇറക്കി വയ്ക്കും. ഇറക്കി വെച്ചിട്ട് അടുത്ത പാത്രം വെച്ചിട്ട് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് ഇതിനകത്ത് ഒഴിക്കുക. നമ്മൾ ഇതിൽ ആവശ്യം ആദ്യം വെള്ളം ഒഴിച്ചു. വെള്ളത്തിന് അതിന്റെ കൂടെ തന്നെ ഉപ്പിട്ടു. ഉപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മഞ്ഞപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇവയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതൊന്ന് ഒരു പരുവമായി വന്നതിന് ശേഷം, ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മീൻ ഇട്ടു. ഇനി നമുക്ക് മീൻ ഇറക്കി വെക്കാനുള്ള സമയമാണ്. അപ്പൊ നമുക്ക് മീൻ ഇറക്കി വെക്കാൻ ചേട്ടാ. ഇനി മറ്റൊരു ചീനിച്ചട്ടിയെ നമ്മൾ അടുപ്പിലേക്ക് വയ്ക്കാൻ പോവുകയാണ്. ഇനി വേറെ കൂട്ടുകളെല്ലാം തയ്യാറാക്കാൻ വേണ്ടി ആദ്യം വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. എത്ര വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്? ഇതിപ്പോഴും നമുക്കൊരു 50 ഗ്രാം എണ്ണ മതി. 50 ഗ്രാം എണ്ണ മതി. ഇനി അതിനകത്ത് വെളുത്തുള്ളി 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് കിടന്ന് റെഡിയാവുകയാണ്. എത്ര വെളുത്തുള്ളി ഒരുവിധം പരിവാണോ? ഒരു ചുവക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് സവാള ഇതിലേക്ക് ഇടുകയാണ്.
സവാള ചെറുതായിട്ട് അരിഞ്ഞത് അല്ലേ? ചെറുതായിട്ടായിരിക്കും. നമ്മൾ 50 ഗ്രാം വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഒരു ചുവന്ന കളറിന്റെ പരുവത്തിലായപ്പോഴേക്കും നമ്മൾ അതിനുശേഷം നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. സവാളയും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടുത്തത് പച്ചമുളകും ഇഞ്ചിയും നമ്മൾ അതിലേക്ക് ഇടുകയാണ്. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളും പച്ചമുളക് 2ആയി കീറിയതും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചേർത്ത കാര്യങ്ങൾ മറക്കരുത്. വെളിച്ചെണ്ണ, അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ചുവന്ന കളർ ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് സവാള പെട്ടെന്ന് അതിനുശേഷം പച്ചമുളക് ഇട്ടു. പച്ചമുളകിന്റെ കൂടെ തന്നെ ചെറുതായിട്ടുള്ള ചെറിയ ഇഞ്ചികളുണ്ടായിരുന്നു, ചെറിയ കഷ്ണങ്ങളായിട്ടുള്ളത്. ഒപ്പം നമ്മൾ പുളിയും അതിനോടൊപ്പം ചേർത്തു. പെട്ടെന്നൊരു പരുവമായിട്ട് വരും. ഇതൊരു എത്ര സമയം എടുക്കും ഇതൊന്ന് പരുവമാവാൻ? ഒരു 15 മിനിറ്റ്. ഓക്കെ, ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് ഇതൊന്ന് പരുവമായിട്ട് വരും. മസാല ഓക്കെ. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി വരും. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി അതൊരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. തേങ്ങ വറുത്തരച്ചത്. കളർ ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ടായിരുന്നു, എങ്ങനെയാണ് തേങ്ങ ഇതിന് ഇങ്ങനെ ഒരു കളർ കിട്ടിയതെന്ന്. അപ്പോൾ തേങ്ങ വറുത്തരച്ചപ്പോഴാണ് ഈ കളർ വന്നത്. ഇത് തേങ്ങ വറുത്തരയ്ക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് എപ്പോഴാണ് ചെയ്യുന്നത്? തലേന്ന് ചെയ്ത് വെക്കുന്നതാണ്. തലേന്ന്. എങ്ങനെയാണ് ഇതിന്റെ ഒരു തേങ്ങ നല്ല ഉണക്കുള്ള തേങ്ങ എടുത്ത് മുറിച്ച് 2ആയി കമത്തി വെച്ച് വെള്ളം തോരുമ്പോഴേ ഇവനെ തിരുമി വെളിച്ചെണ്ണ അടുപ്പിൽ വെച്ച് മൂക്കുമ്പോൾ ഇവനെ അതിനകത്ത് തട്ടി പിന്നെ തട്ടിയിട്ട് ഇളക്കി ഇളക്കി മൂത്ത് വരും. ഒരു ചുമന്ന ഈ പരുവാണ്. ഇതേ നിറവുമ്പോഴത്തെ ഇത് ഇറക്കി വെച്ച് നമ്മൾ ഈ ഇതിലേക്ക് വെച്ചിട്ട് ആദ്യം നമ്മൾ ഈ തേങ്ങ തിരുവിയെടുത്തതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ചു. അടുപ്പിൽ വെക്കുമ്പോൾ എണ്ണയിലൂടെയാണോ ചേർക്കുന്നത്? എണ്ണ ഇതിനകത്ത് ഒഴിച്ചാണ് വറുക്കുന്നത്. എണ്ണ ഒഴിച്ചാണ് വറുക്കുന്നത്. എന്ത് വെളിച്ചെണ്ണ തന്നെയാണ്? വെളിച്ചെണ്ണ. ഓക്കെ. കറിവേപ്പില. അപ്പൊ നമ്മൾ ഇത് ഒരു പരുവമായി കഴിഞ്ഞു. അപ്പൊ ഇത് വാങ്ങാനുള്ള സമയമായിരിക്കുന്നു. ആ ഒരു പരുവായതിനു ശേഷം നമ്മൾ കറിവേപ്പില ഇട്ടു. അതിനെ നമ്മൾ പുറത്തെടുത്തു, അടുപ്പിൽ നിന്ന് പുറത്തെടുത്തു. ഇനി എന്താണ്? പിന്നെ ഇത് അതിനോട് ചേർക്കണം. അത് അടുപ്പിലോട്ട് വെക്കും. ആദ്യം നമ്മളൊരു പ്രോസസ്സ് ഉണ്ടാക്കി. കാരണം മീന് വെന്ത് കഴിഞ്ഞ ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഈ കൂട്ട് അതിനോടൊപ്പം ചേർക്കാൻ പോവുകയാണ്. ചേർത്തോളൂ കേട്ടോ. നമ്മൾ മീൻകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വങ്കട മീൻകറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കണ്ടു, 2 പ്രോസസ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പേനയും പേപ്പർ എടുത്ത് റെഡി ആയിട്ട് ഇരുന്നോളാൻ വേണ്ടി. ആദ്യം നമ്മൾ ഫസ്റ്റ് ഒരു ചീനിച്ചട്ടി വെച്ചു. ചീനിച്ചട്ടിയിൽ വെള്ളം ഒഴിച്ചു. വെള്ളം ഒരുവിധം ചൂടായപ്പോൾ തന്നെ നമ്മൾ ഉപ്പിട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി ഇവ ഇട്ടതിന് ശേഷം ഒരുവിധം ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ മീൻ വെന്തതിന് ശേഷം ആ ചീനിച്ചട്ടി മാറ്റി വെച്ചു. എന്നിട്ട് മറ്റൊരു ചീനിച്ചട്ടി വെച്ചു. നമ്മുടെ രണ്ടാമത്തെ പ്രോസസ്സിനുള്ള ചീനിച്ചട്ടി ആദ്യം വെച്ചതിന് ശേഷം 50 ഗ്രാം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു. 50 ഗ്രാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ഒരു ചുവന്ന കളർ ആയപ്പോൾ നമ്മൾ അതിലേക്ക് കൊച്ചു സവാള, അതായത് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അത് ഇട്ട് കൊടുത്തു. അത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലൂടെ ചേർത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, പുളി, മസാല, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ ഏറ്റവും പ്രധാനമായി ഇതിൻ്റെ അകത്ത് ചേർത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് തേങ്ങ വറുത്തരച്ചത്. ഒപ്പം പച്ചമുളകും ഇഞ്ചിയും ഇതിനോട് ചേർത്തു. അതും ഒന്ന് പരുവത്തിന് വന്നതിന് ശേഷം, ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും അവസാനം കറിവേപ്പില ഇട്ട് കൊടുത്തുകൊണ്ട് അത് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി നമ്മൾ ആദ്യം ഇറക്കിയ ചീനിച്ചട്ടി വെച്ചതിന് ശേഷം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒന്ന് പരുവമായി വന്നപ്പോഴേക്കും നമ്മുടെ മീൻ കറി റെഡി. കഴിക്കാൻ റെഡിയാണ് മീൻ കറി. എന്തായാലും എല്ലാവിധ ആശംസകളും ചേട്ടന് നേരുന്നു. ഒപ്പം നമ്മുടെ പ്രേക്ഷകർക്കും ഇതുപോലുള്ള വ്യത്യസ്തമായ രുചിഭേദങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. എങ്ങനെ വ്യത്യസ്തമാർന്ന, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ താല്പര്യമുള്ള വ്യത്യസ്തമാർന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളെ എഴുതി അറിയിക്കാം. ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, സൂര്യ TV, PB നമ്പർ 2266, ശാസ്തമംഗലം, തിരുവനന്തപുരം 10. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സജഷൻസ് എല്ലാം വിലപ്പെട്ടതാണ്. അതും എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച മറ്റൊരു പുതിയ വ്യക്തിയുമായി, പുതിയൊരു സ്ഥലവുമായി ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.